പെറ്റ്ലാൻഡ് ലീഫിലേക്ക് സ്വാഗതം. ഇന്നലെ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ആകാശ വെള്ളരിയാണിത്. എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ഫലം ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിറച്ച് പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ഒരു അലങ്കാര ചെടി പോലെയാണ് അത് അവിടെ നിന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഇത് 3 ഉപയോഗമാണ് ഇതിനുള്ളത്. ഔഷധ സസ്യമായിട്ട് ഉപയോഗിക്കാം, പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം, ഫലവർഗമായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇലയും ഒക്കെ വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇതിനകത്ത് നാര്, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ ഒരുപാട് ഔഷധം ഗുണമുള്ള ഒരു ഫലമാണിത്. ഇത് വളരെ മൂപ്പ് കുറഞ്ഞ അവസ്ഥയിൽ പച്ച നിറത്തിൽ ഇതിനെ നമുക്ക് പച്ചടി, കിച്ചടി അതുപോലുള്ള വിഭവങ്ങളാക്കി മാറ്റാം. എന്നാൽ ഒരു 3 മാസം പിടിക്കും ഇത് പച്ച നിറത്തിൽ നിന്ന് പഴുത്ത് മഞ്ഞ നിറത്തിലുള്ള കായ്കളാവാൻ. അപ്പോൾ ഇതിനെ ജ്യൂസാക്കി നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ 60 വർഷത്തിന് മേലെ, 200 വർഷം എന്നൊക്കെയാണ് ഇതിൻ്റെ ആയുസ് പറയുന്നത്, ചെടിയുടെ ആയുസ്. നമുക്ക് തലമുറകളായിട്ട് ഇതിനെ വളർത്താൻ പറ്റും. പണ്ടത്തെ വൈദ്യ കുടുംബങ്ങളിലൊക്കെ സാധാരണയായിട്ട് വളർത്തി ആഞ്ഞിലിയിലൊക്കെ പടർത്തി വിട്ടിരുന്ന ഒരു സസ്യമാണിത്. ഇത് നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. വെള്ളരി എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇത് പാഷൻ ഫ്രൂട്ട് കുടുംബത്തിൽപ്പെട്ട ആളാണ്. പാഷൻ ഫ്രൂട്ടിന്റെ പോലെ പൾപ്പും നല്ല പപ്പായ പോലെയുള്ള ഫ്ലഷുമാണ്. കണ്ട, ജ്യൂസിന് പറ്റിയ ഒരു ഫ്രൂട്ടാണ് ഇത്. ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. നമുക്കിതിൻ്റെ പൾപ്പ് നമുക്കൊന്ന് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ജ്യൂസ് അടിക്കാം. പാഷൻ ഫ്രൂട്ടുകാരൻ തന്നെയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ, പാഷൻ ഫ്രൂട്ടിൻ്റെ അത്രയും പുളി ഇല്ല, ചെറിയ ഒരു മധുരവും കൂടെ ഉണ്ട്. ഇതിൻ്റെ ഫ്ലഷ് ജ്യൂസിന് കൊള്ളാം. നല്ല കരുകര ഉണ്ട്. ഉണ്ടോ പപ്പായ പോലെയുള്ള ഫ്ലഷ്, അതിൻ്റെ പാഷൻ ഫ്രൂട്ട് പോലെയുള്ള അരി. പുതിയ ഒരു ഫ്രൂട്ട് കിട്ടിയപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വിത്ത് ഉപയോഗിച്ച് അതിൻ്റെ തണ്ട് മുറിച്ച് നട്ടും നമുക്കിത് വളർത്താവുന്നതാണ്.